ഹൗ ടു മേക്ക് മോർ ബ്യൂട്ടിഫുൾ വുമൺ. ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ബ്യൂട്ടിഫുൾ എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുമോ സൗന്ദര്യം എന്നുള്ളത്. സൗന്ദര്യം എന്ന് പൊതുവെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ബാഹ്യമായിട്ടുള്ള കാണുന്നതല്ലേ. അത് തന്നെ കാഴ്ചപ്പാടുകൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ചില ആൾക്കാർ ചിന്തിക്കുക കളറിനെ ആണെങ്കിൽ, ചില ആൾക്കാർ ഫേഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഹെയർ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ഒരു വ്യക്തിയുടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു പുരുഷൻ്റെ അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന അപ്പിയറൻസ് മാത്രമല്ല, അത് ഒരുപാട് തലത്തിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണല്ലേ. ഒരു പക്ഷേ നമ്മൾ ടീനേജിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരു പെൺകുട്ടിയെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നതൊക്കെ ചിലപ്പോൾ ആ ഒരു ബാഹ്യ സൗന്ദര്യം മാത്രം കണ്ടിട്ടായിരിക്കാം. പക്ഷേ അതല്ല, നമ്മളൊരു 30 ഇയേഴ്സിനൊക്കെ അങ്ങോട്ട് എബോ ആവുന്ന സമയത്ത് ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് ഒരുപാട് തലത്തിൽ വേണ്ടുന്ന കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ആറ്റിറ്റ്യൂഡിലായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിക്കേഷനിലായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ളവരായിട്ടുള്ള ബിഹേവിയറിലായിരിക്കാം. ഇതിലൊക്കെ ഞാൻ ഒത്തുചേർന്ന് വരുമ്പോഴാണ് ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് മോർ ബ്യൂട്ടിഫുൾ ആവുന്നത്. അപ്പം അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പം ഇതൊരു സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യുമായിരിക്കാം. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് എപ്പോഴും ഞാൻ ഇതിൽ പറയാറ്. അതുകൊണ്ട് തന്നെ അല്ലെ, ഇത് പുരുഷന്മാർക്ക് കേൾക്കണ്ട എന്നുള്ളതല്ല, അവർക്കും മാറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഈ ഒരു വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു 7 പോയിന്റ്സ് ആണ്. ഈ ഒരു 7 പോയിന്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭയങ്കര മോർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. ആർക്കും എപ്പോഴും എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അല്ലാതെ പലപ്പോഴും പലരും പറയാറില്ലേ, ഞാൻ ആരും കാണപ്പെടാത്ത ഒരാളാണ്, അല്ലെങ്കിൽ വീട്ടിലൊരു മൂലയ്ക്ക് ഇരിക്കപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വീട്ടിന് വേണ്ടിയിട്ടും എൻ്റെ ജോലിക്ക് വേണ്ടി ഓടി നടന്നാലും എന്നെ ആരും ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഇതുപോലൊരു ക്യാരക്ടറായിരുന്നു ലൈഫിലേക്ക് മാറ്റി കൊണ്ടുവന്നിട്ടുള്ള, ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരുപാട് തലത്തിൽ മെൻ്റലി ഫിസിക്കലി എല്ലാം മാറ്റി കൊണ്ടുവന്നിട്ടുള്ള ഞാനെന്ന വുമൺ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള, അവർക്ക് മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള ഒരു വ്യക്തിയായി മാറാൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു 7 പോയിന്റ്സാണ് ഞാൻ ഇതിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. തൻ്റെ 20കളിൽ ഇല്ലായ്മയിലാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടായിട്ട് അതൊക്കെ ചെയ്ത വ്യക്തികളാണെങ്കിലും, ചില വ്യക്തികൾക്ക് ഇപ്പം എന്നെ പോലെയൊക്കെ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പം ഇല്ലായ്മകളുടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും. ഇതൊക്കെ എല്ലാം വെച്ചിരുന്നിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടി കുറച്ച് സെൽഫ് കെയർ ഒക്കെ അല്ലേ. ആ ഒരു പ്രായം അങ്ങനെയാണ്. നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ കാണുന്ന ഒരു വെള്ളരിയുടെ പൊട്ടായിട്ടും നമ്മൾ മുഖത്ത് തേച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ സെൽഫ് കെയർ അല്ലേ, നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടും നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടും നമ്മുടെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയൊക്കെ ചെയ്ത ഒരുപാട് സ്ത്രീകൾ ഇന്ന് ഒരു 30 ഇയേഴ്സ് എബോ, അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞു കുട്ടികളൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവർ മറക്കുന്ന ഒരു കാര്യമാണ് അവനവൻ സെൽഫ് കെയർ ചെയ്യാന്നുള്ളത്. ഇതിൽ ബ്യൂട്ടി എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഹെൽത്തിനും നമ്മൾ ഒരുപാട് കെയർ ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ പൊതുവേ നമ്മളെ കെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ സൗന്ദര്യത്തിനെ മാത്രം നമ്മൾ ചിന്തിച്ചിട്ടല്ല നമ്മളെ ലൈഫിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക്. ഇപ്പം ഞാൻ സൗന്ദര്യത്തിനെ പറയുന്നത്, നമ്മൾ മറ്റുള്ളവർ എപ്പോഴും പറയും ഇത്ര സൗന്ദര്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ചോദിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ കയ്യും കാലൊക്കെ നീറ്റായിരിക്കുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനും നിങ്ങളും ഒക്കെ നമ്മൾ കാണുന്ന ഒരാളെ, അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്ന ഒരാളെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ആ വ്യക്തി എങ്ങനെ മാത്രമുള്ള ആളാണെന്ന് ജഡ്ജ് ചെയ്യുന്നുണ്ടല്ലേ. അത് വളരെ സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് വെച്ച് നിങ്ങളടുത്ത് വന്ന് പറയാനൊന്നും പോകുന്നില്ല നീ നീറ്റില്ല, നീ വൃത്തിയില്ല എന്നുള്ളത്. പക്ഷെ അവരുടെ മനസ്സിൽ അവരൊരു കാൽക്കുലേറ്റ് ചെയ്യും നീ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ കെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മറ്റുള്ളവർ ഇപ്പം ചില വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഒട്ടും വാല്യൂ അല്ല ആ വീട്ടിലെ സ്ത്രീ, ഒരു വീട്ടമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക്. കാരണം എന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചിലപ്പോൾ ഒരു ഡ്രസ്സ് ചിലപ്പോൾ നീറ്റ് ഉണ്ടാവില്ല. അത് ഈ പറഞ്ഞ ഹസ്ബൻഡിനും കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി രാവിലെ മുതൽ പണിയെടുക്കുന്നത് വ്യർത്ഥത്തിൻ്റെയാണ്. പക്ഷെ അതിനൊന്നും വാല്യൂ ഇല്ല, നമ്മൾ ചെയ്യുന്ന ആ ഒരു എഫേർട്ടിനൊന്നും വാല്യൂ ഇല്ല. പക്ഷെ നമ്മളെ അപ്പിയറൻസിന് എപ്പോഴും എല്ലാവരും വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാലാണെങ്കിലും നമ്മുടെ കൈയാണെങ്കിലും നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ എപ്പോഴും നീറ്റായിട്ടിരിക്കാനും, നമ്മൾ ഡ്രസ്സുകൾ എപ്പോഴും നീറ്റായിട്ട് ധരിക്കാനും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ടീനേജിൽ ഒരുപാട് ഹെയർ ഉണ്ടായ ഒരു വ്യക്തിക്ക് ഒരു 30-40 ആകുമ്പം ഇല്ലാതിരിക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ പറ്റി പറയാനുണ്ടാവോ അമ്മയ്ക്ക് അതൊന്നും ഇല്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ്? അത് എൻ്റെ ഒരു കെയർ കുറവാണ്. എൻ്റെ ലൈഫിൽ ഇപ്പോഴും അതൊക്കെ ബാധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ
എനിക്കൊരു 30 ആയപ്പോഴേക്കെങ്കിലും എനിക്ക് മനസ്സിലായി ഒരു കെയർ എൻ്റെ ലൈഫിൽ ഞാൻ എന്നോട് ചേർത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ ഇവരെല്ലാവരും എന്നോട് ചോദിക്കും, നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ അമ്മയോട് അല്ലെങ്കിൽ നിന്നോട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്, നിനക്ക് വേണമെങ്കിൽ ചെയ്യായിരുന്നില്ലേ എന്നുള്ളത്. ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഞാൻ എൻ്റെ പാരൻ്റ് ആണെങ്കിൽ എൻ്റെ അമ്മയാണെങ്കിലും അമ്മ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പലപ്പോഴും എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, നിങ്ങളെ കാര്യങ്ങളും അമ്മ ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ കൂടി ഞാൻ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോഴെനിക്ക് മനസ്സിൽ തോന്നുന്നൊരു കാര്യം, ഞാൻ ചോദിക്കാറില്ല അമ്മയ്ക്ക് ചെയ്യായിരുന്നില്ലേ, കാരണം നമുക്ക് വേണ്ടി എന്തിനാ മാറ്റി വെച്ചെന്നുള്ളത്. കാരണം ഇപ്പം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ചിലപ്പോൾ അതിനുള്ള അമ്മ അത് ചെയ്യുമെന്ന് പറയാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടാവില്ല. പക്ഷെ അവർ ടീനേജിലെത്തുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ഇതുപോലത്തെ അഭിപ്രായം പറയാൻ പോയാൽ അവർ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഇതൊക്കെ ചെയ്യായിരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കത് ഹേർട്ട് ചെയ്യും. കാരണം അവർ നാച്ചുറലായിട്ട് ചോദിച്ചതാണ്. കാരണം അവർക്ക് കുഞ്ഞു പ്രായത്തിൽ നമ്മളോട് പറയാൻ പറ്റില്ല. പക്ഷെ അവർ ചോദിക്കുമ്പോൾ നമുക്കത് ഹേർട്ടാകും. കാരണം ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടു നോക്കിയിട്ടും എനിക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമാണെന്നുള്ളത് നമ്മൾ തന്നെയാണ് വരുത്തി വെക്കുന്നത്. അപ്പം സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെപ്പോഴും യങ് ആൻഡ് ബ്യൂട്ടി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. സൗന്ദര്യം എന്നിലുള്ളതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല ഭംഗിയുണ്ട്, നല്ല കളറുണ്ട്, അല്ലെങ്കിൽ നല്ല ഹെയർ ഉണ്ട്, ഈ ഒരു അട്രാക്ഷൻ മറ്റുള്ളിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി ഞാനെന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ആയിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തരുന്ന ഒരു മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഒരു നമുക്കൊരു ബഹുമാനം ഉണ്ടാവില്ലേ, റെസ്പെക്റ്റ് ഉണ്ടാവില്ലേ, അത് ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ കോൺഫിഡൻസ്, ഇതാണ് രണ്ടാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ അത്രമാത്രം നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ബഹുമാനവും കിട്ടും. അതേപോലെ നമ്മൾ പറയുന്ന വ്യക്തിയുടെ ബ്യൂട്ടി മറ്റുള്ളവർക്ക് കാണാനും പറ്റും. ബ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ബാഹ്യമായിട്ട് കാണുന്ന മാത്രമൊന്നുമല്ല. ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആണ് എൻ്റെ ഫാമിലീൻ്റെ അകത്താണെങ്കിലും എൻ്റെ വർക്കിലാണെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് എന്തൊരാൾക്ക് വന്ന് ചോദിച്ചാലും അവർക്ക് കിട്ടുന്നത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് എങ്കിൽ, എന്നെ അംഗീകരിക്കാൻ മറ്റുള്ളവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതിനുള്ളൊരു ബിൽഡ് ചെയ്യാനുള്ള ഒരു പേഴ്സണാലിറ്റി ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതിനെ എന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കര ബോൾഡാണ്, മെച്ചോർഡാണ് അങ്ങനെ തോന്നുന്നൊരു വ്യക്തി, എന്ത് കാര്യങ്ങളും കോൺഫിഡൻസോട് കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ഒരാളാട്ടോ. ആദ്യമൊക്കെ എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എല്ലാത്തിനും കോൺഫിഡൻസ് കുറവാണ്, ഒരു കാര്യത്തിനും കോൺഫിഡൻസ് ഇല്ല, എല്ലാത്തിനും ബാക്കോട്ട് നിൽക്കുക, ഭയങ്കര ഷയ്യ, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറയുന്ന വ്യക്തിക്ക് പലപ്പോഴും ഞാൻ തോന്നാറുണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ആശയങ്ങളുണ്ട്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് തോട്ട്സ് ഉണ്ട്. പലരും എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാനെന്ന് പറയുന്ന വ്യക്തി, ഞാനൊരു സ്ത്രീയാണ്, അതേപോലെ തന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സ്ഥാനമുണ്ട് ഈ വീട്ടിലാണെങ്കിലും ഈ സമൂഹത്തിനാണെങ്കിലും. ആ ഒരു രീതിയിൽ ഞാൻ നിൽക്കണം കോൺഫിഡൻസോടുകൂടെ, എന്നാൽ മാത്രമേ എനിക്കത് തിരിച്ചു കിട്ടുള്ളൂ. അല്ല ഞാൻ ഭയങ്കര മൂടിയായി ഷൈ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്യുള്ളൂ എല്ലാവരും. അത് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങളുണ്ട്, എനിക്ക് എൻ്റേതായ ഒരു നമ്മൾ പറയില്ലേ ഒരു വഴിയുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് റോങ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാൽ പോലും അത് എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് ആണ്, എനിക്കത് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എൻ്റെ ഫാമിലിക്ക് നല്ലതാണെന്ന് തോന്നുമെങ്കിൽ ഞാനത് അപ്രോച്ച് ചെയ്യുന്നേ ചെയ്യൂ കേട്ടോ. അല്ലാതെ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് പ്രവർത്തിക്കും അങ്ങനെയൊന്നുമില്ല. എനിക്ക് നല്ല കോൺഫിഡൻസ് വരാൻ തുടങ്ങി, ഞാൻ സംസാരിക്കുന്നതിൽ നല്ല കോൺഫിഡൻസ് വരാൻ തുടങ്ങി, എൻ്റെ ബിഹേവിയറിൽ ആ ഒരു കോൺഫിഡൻസ് കണ്ടു തുടങ്ങിയപ്പോൾ തിരിച്ച് എനിക്ക് കിട്ടിയ ആ റെസ്പെക്റ്റും, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ മറ്റുള്ളവർ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ നോക്കിക്കാണുന്ന ഒരു രീതി മാറി തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ഏറ്റവും ഒരു സ്ത്രീക്ക് വേണ്ടുന്ന ഒരു കാര്യം ഒരു സ്വയം ബോധമാണ്, സ്വയം പര്യാപ്തത എന്നൊക്കെ പറയില്ലേ, കോൺഫിഡൻസ് ഉണ്ടാകുക എന്നുള്ളത് എൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ബ്യൂട്ടി. ഞാൻ പറയുന്നില്ലേ ആദ്യമേ കോളേജിൽ പഠിക്കുമ്പോഴേ അല്ലെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ചൊരു ധാരണയുണ്ട്, കുഴപ്പമില്ല, കാണാൻ ഭംഗിയില്ലായ്മയൊന്നുമില്ല. പക്ഷേ അതിനേക്കാളേറെ അന്നൊന്നും കിട്ടാത്ത ഒരു റെസ്പെക്റ്റും ഞാൻ പറയാറില്ലേ പലപ്പോഴും കോളേജ് ലൈഫിലാണെങ്കിലും സ്കൂൾ ലൈഫിലാണെങ്കിലും പഠിക്കാൻ ഏകദേശം കുഴപ്പമില്ല, പക്ഷേ കാണാനും കുഴപ്പമില്ല, എന്നാൽ പോലും എനിക്ക് വേണ്ടത്ര ഒരു റെസ്പെക്റ്റ് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നാണെങ്കിലും കിട്ടാറില്ല. എന്താണ് കാര്യം എന്ന് ചിന്തിക്കാറുണ്ട്. ഒട്ടും കോൺഫിഡൻസ് ഇല്ലായ്മ, എല്ലാത്തിനും ബാക്കോട്ട് നിൽക്കുക, ആരെന്ത് പറഞ്ഞാലും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് പലപ്പോഴും എനിക്കത് കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരിക്കലും നമ്മളെ കാണുന്ന ബാഹ്യ സൗന്ദര്യമൊന്നുമല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമുക്ക് ദൈവം നൽകിയ എന്താണോ അത് നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകാം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. പക്ഷേ നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ നമ്മുടെ ബിഹേവിയറിൽ നല്ല കോൺഫിഡൻസും നല്ല രീതിയിൽ പെരുമാറാനുള്ളൊരു പേഴ്സണാലിറ്റി നമുക്കുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പേഴ്സൺ എന്താ പറയുക ഈ ചുറ്റുപാടത്തൊന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ആയിത്തീരാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വരുത്തിയ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആട്ടോ. ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആക്കി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അത്രയും അതിനേക്കാളേറെ വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. ഒരാൾ കോൺഫിഡൻ്റ് ആയി തന്നെ ഈ പറഞ്ഞ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അവരിലേക്ക് കടന്നു വരും കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ കോൺഫിഡൻസോടുകൂടെ എല്ലാ കാര്യവും നമ്മൾ ഇറങ്ങിത്തിരിച്ച് ചെയ്യുകയോ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമില്ല. ഞാൻ ഒരു ഓവർ സ്മാർട്ടായിട്ടാണ് അങ്ങനെ പോണതെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടാവുമായിരിക്കാം, പക്ഷേ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും കൂടി നമ്മളിൽ കൊണ്ടുവരിക. എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുക മറ്റുള്ളവരുടെ അടുത്ത്. അതുപോലെ മറ്റുള്ളവരായിട്ട് നന്നായിട്ട് സൗഹൃദം കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓവറായിട്ട് വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെ ഓവറായിട്ട് കൊണ്ടുപോകുന്ന ഒരാളല്ല. പക്ഷേ ഇപ്പം കണ്ടാലും ഒരിടത്ത് നന്നായിട്ട് സംസാരിക്കും. ഇനി എപ്പോൾ അവരെ കണ്ടാലും ഒരിടത്ത് നന്നായിട്ട് സംസാരിക്കും. അതായത് നമ്മൾ പറയാറില്ലേ, അവരെ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തികൾ ചിലപ്പം നല്ല രീതിയിൽ ഒന്നും ആയിരിക്കില്ല സംസാരിക്കുന്നുണ്ട്. ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മളങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല രീതിയിൽ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടും സംസാരിക്കാം അല്ലേ. നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കി, പക്ഷെ ആ വ്യക്തിയുടെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അപ്പോൾ അവനും വലിയ ജാടയാണെങ്കിൽ എനിക്ക് അതിനപ്പുറത്ത് ജാട എന്ന് ചിന്തിക്കാതെ നമ്മുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കുക. അത് ഏത് വ്യക്തിയെടുത്താണെങ്കിലും. ഞാൻ മുൻപേയുള്ള എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് ഇങ്ങനെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല, ആരുമായിട്ട് അങ്ങനെ കമ്പനി കൂടാൻ പറ്റാത്ത ആളല്ല. എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നും പറയാൻ മാത്രത്തിൽ ആളില്ല, കാരണം ഇൻട്രോവേർട്ടാണ്. അപ്പോൾ പൊതുവെ അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആൾക്കാർ അങ്ങനെയാണ്, അവർക്ക് കൂടുതലുണ്ടാവില്ല. പക്ഷേ ഇപ്പം ഞാൻ മാറ്റിയൊരു മാറ്റം എന്ന് പറയുന്നത്, എൻ്റെ മുമ്പിലേക്ക് ആര് വന്നാലും അവരടുത്ത് ഞാൻ വേഗം പോയി സംസാരിക്കും, ചിരിച്ചുകൊണ്ട് സംസാരിക്കും, തിരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും കേൾക്കും ഒക്കെ. പക്ഷെ അത്രേ ഉള്ളൂ കേട്ടോ, ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ പേഴ്സണാലിറ്റി ഒരു ഇൻട്രോവേർട്ടാണ്. അപ്പം എനിക്ക് എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ വേറൊരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും വെച്ച് അവരെ കാണുകയാണെങ്കിലും ഓടിപ്പോയി ചിരിച്ച് സംസാരിക്കും, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. ആരെടുത്തും എനിക്ക് പരിചയമില്ല, അയ്യോ ഞാൻ ഇവരോട് എങ്ങനെ സംസാരിക്കും, അങ്ങനെയായിരുന്നു. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയാം, അവർക്ക് ഇതിങ്ങനെ സംസാരിക്കാൻ പറ്റുമോ, സംസാരിച്ചാൽ അവർ തിരിച്ച് സംസാരിക്കും, ഇതൊക്കെ തോട്ട്സ് ആയിരിക്കും. എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു തോട്ട്സ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ മനസ്സിലാക്കി ആ ഒരു തോട്ട്സും കൊണ്ട് ഞാൻ മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇരുന്നാൽ ഞാനൊരു ആറ്റിറ്റ്യൂഡുള്ളൊരു പെൺകുട്ടിയാണെന്നും അഹങ്കാരിയാണെന്നും ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ടെൻഷനാണ്, ഞാൻ എങ്ങനെ സംസാരിക്കും എന്നില്ല ആലോചിച്ചിട്ട്. പിന്നെയാണ് ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എൻ്റെ ഉള്ളിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ആരെടുത്താണെങ്കിലും ഞാൻ പോയി ചിരിച്ച് സംസാരിക്കാം. ഇനി അവരെൻ്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ലെങ്കിലും അതോടെ ആ ചിരിയോടെ നിർത്തി എനിക്ക് അങ്ങോട്ട് മാറി നിൽക്കാമല്ലോ, ബിക്കോസ് എൻ്റെ ഭാഗം സാറ്റിസ്ഫൈഡ് ആണല്ലോ അല്ലേ. പക്ഷേ ഈ ഒരു ടെൻഷൻ മാത്രമാണ് എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുടെ അടുത്തൊക്കെ ചിരിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും നല്ലൊരു സൗഹൃദം ആ ഒരു നിമിഷം കൊണ്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കാനും ഒക്കെ പറ്റാറുണ്ട് ഇപ്പോൾ. അത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണാലിറ്റീനെ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാ വ്യക്തികളിലും ചിന്തകൾ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനെന്ന് പറയുന്ന വ്യക്തി കുറച്ചും കൂടെ മോർ ബ്യൂട്ടിഫുള്ളായി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എല്ലാവരുടെ സൗഹൃദം സൃഷ്ടിക്കാൻ ശ്രമിക്കുക, നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക, നല്ല നല്ല ചിന്തകൾ പകരാൻ വേണ്ടി ശ്രമിക്കുക. അതാട്ടോ ഈ ഒരു ചാനലിൻ്റെ തന്നെ മോട്ടീവായിട്ടുള്ളൊരു കാര്യം. എനിക്ക് ഒരുപാട് ചിന്തകളുള്ളൊരു വ്യക്തിയാണ്, പക്ഷേ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഞാൻ പെരുമാറേണ്ടതെന്ന് ഒരു പേടിയുള്ള ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ ഈ ചിന്തകളൊക്കെ ഉള്ളിൽ എപ്പോഴും അടക്കി വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നതും എനിക്ക് തോന്നുന്നു, നമ്മളിപ്പം അന്നൊക്കെ എനിക്കിതുപോലെ ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് അന്നേ മാറായിരുന്നു. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും എല്ലായിടത്തും ഞാൻ അവർക്ക് യൂസ് ചെയ്യാൻ നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ അറിയാത്ത പുതിയ ന്യൂ ഫ്രണ്ട്സിന് ഞാനൊരു ആറ്റിറ്റ്യൂഡും അഹങ്കാരിയും ആവേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും നമുക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മളെല്ലാവരുടെ അടുത്തും എപ്പോഴും നല്ല രീതിയിൽ പെരുമാറാനുള്ള ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. അവളൊരു നല്ല പെൺകുട്ടിയാണ്, നല്ല കുട്ടിയാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോളാണ്, അല്ലെങ്കിൽ ഒരു ആളാണ് എന്ന് പറയണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു കാര്യം എന്താ പറയുക, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളതാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം കേട്ടോ. പണ്ട് മുതലേ ഇങ്ങനെ ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ അറിയാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പെട്ടെന്ന് സഡൻലി ഒരു ചേഞ്ച് വരുത്തിയതിൻ്റെ പേരിലല്ല എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. എൻ്റെ ഇത് ഗ്രാജുവലി വളർന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ചെറിയ പ്രായം തൊട്ടേ തലാണിയൊക്കെ ഒരു സൈഡിലെടുത്ത് വെച്ചിട്ട് ടോപ്പിക്സ് തലാണിനോട് സംസാരിക്കുക, കണ്ണാടിയോട് സംസാരിക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഫേസ് ചെയ്തിട്ട് അവരടുത്ത് സംസാരിക്കാൻ എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് എനിക്ക് പറ്റും. കമ്മ്യൂണിക്കേഷൻ ഒരു ആശയം ഒരാളടുത്ത് എങ്ങനെ കൺവേ ചെയ്യിക്കണം. ഇപ്പം നമ്മൾ ഒരുപാട് വളവള സംസാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ വളവള സംസാരിക്കുന്നതുകൊണ്ട് ഞാനൊരു ഗുഡ് പേഴ്സണാലിറ്റിയോ എന്നിലൊരു വലിയ സൗന്ദര്യം ഉണ്ടാകോ ഇല്ല കേട്ടോ. ഞാൻ സംസാരിക്കുന്നത് വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കണം. അവർക്ക് ഒരു വിഷമിച്ചിരിക്കുന്ന അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര
പീസ് കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കണം. നമ്മൾ പറയില്ല, നമ്മൾ സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ അവർക്ക് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എപ്പോഴും ഒരു നമ്മളുടെ അടുത്ത് വന്നാലൊരു ആശ്വാസം ഉണ്ടെന്ന് തോന്നാൻ, അല്ലെങ്കിൽ ഇതിനൊരു ഭയങ്കര ഹാപ്പിയസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന ചില്ലായിട്ടുള്ള ചാമമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് നമുക്കൊരു ആ ഒരു വൈബ്രേഷൻ ഉണ്ടാകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് സംസാരിക്കുക മാത്രമല്ല, അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു പവറും കൂടെ നമുക്ക് ഉണ്ടാവണം. നമ്മൾ പലപ്പോഴും നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ഒരുപാട് സംസാരിക്കും, പക്ഷേ ഇങ്ങോട്ട് അവർ പറയുന്നത് കേൾക്കാനുള്ളൊരു മടി ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവർ പറയുന്നത് സൈലൻറ്റോടുകൂടെ കേൾക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് അതിനുള്ള മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതി നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവർ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. അതിനനുസരിച്ച് തിരിച്ച് സംസാരിക്കുക എന്നുള്ളതും ഞാൻ പഠിച്ചെടുത്തിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിനെ പഠിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്ലോമയും കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഇറങ്ങി തിരിച്ചതും പഠിച്ചതും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെപ്പോഴും സംസാരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. അതിലുപരി നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ സംസാരിക്കുന്ന കേൾക്കാനുള്ളൊരു പ്രാപ്തിയും കൂടെ, അങ്ങനെ ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കുക. എന്നാൽ മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ കണക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ വളരെയധികം ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു കോൺഫിഡൻസ്, അല്ലെങ്കിൽ നല്ല പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ ഇന്നറിലുള്ള നമ്മളുടെ ബ്യൂട്ടിയാണ്. നമ്മൾ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഇന്നറിലൊരു ബ്യൂട്ടി ഉണ്ടാവണം അല്ലേ. അപ്പം നമ്മൾ പൊതുവേ ഈ നമ്മുടെ ബാഹ്യ സൗന്ദര്യം പലപ്പോഴും നമ്മൾ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും കൊണ്ടും നമ്മൾ ഇല്ലാതായി പോകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം പൊതുവേ ഭയങ്കരമായിട്ടൊരു 35 ഒക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രായം മതിക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ ആകുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാര്യമായിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ഈ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ കേട്ടോ. നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കൊണ്ടുവരാനും നല്ല പ്രോപ്പർ ഡയറ്റ് കൊണ്ടുവരാനും ഈ വക കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത് നമ്മളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ വെയിറ്റ് വെക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും വെയിറ്റ് ഉണ്ട്, ഞാൻ കുറയ്ക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറയുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു വ്യത്യാസം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു, കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എക്സസൈസ് പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഒരു ദിവസം ചെയ്താൽ 4 ദിവസം ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ പ്രോബ്ലങ്ങൾ മാത്രമാണ്. എനിക്ക് വിചാരിച്ചാൽ ടൈമുകൾ കണ്ടെത്താനും ഞാൻ അതിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്യാനും ഞാൻ അത്രയും അധികം ശ്രമിക്കുകയാണെങ്കിൽ നടക്കും. പക്ഷേ ഞാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വളരെയധികം സത്യമായിട്ടുള്ള കാര്യം. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ബ്യൂട്ടീനെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഹെൽത്തി എന്ന് പറയുന്നത് നമ്മുടെ ബാഹ്യ സൗന്ദര്യം മാത്രമല്ല. ഇപ്പം നമ്മൾ പൊതുവെ നമ്മൾ ഫിലിം സ്റ്റാർസിനൊക്കെ കാണുന്നുണ്ടല്ലേ. ഞാൻ പൊതുവെ നമ്മുടെ പഴയ ഫിലിം സ്റ്റാർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇപ്പോഴും കാണുമ്പോൾ ചോദിക്കുക എന്ത് യങ്ങാലേ, നമ്മളൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ ആ പ്രായത്തുമ്പോൾ എന്താകുമെന്ന് ഓർക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ല. ഓൾമോസ്റ്റ് എല്ലാവരും ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. എന്നാലും കുറച്ച് പേരൊക്കെ നമ്മുടെ ഏജിനെ, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷനെ, നമ്മുടെ സർക്കംസ്റ്റാൻസിനെയൊക്കെ നമ്മൾ ബേസ് ചെയ്തിട്ട് നമ്മൾ അവരെ പഠിച്ചുകൊണ്ടിരിക്കും അല്ലേ. അങ്ങനെയല്ല, നമ്മൾ ലൈഫ് സ്റ്റൈലിൽ എപ്പോഴും ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. അത് നിങ്ങളുടെ മാനസികമായിട്ടാണെങ്കിലും നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള ഫിസിക്കൽ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾ ഭയങ്കര ബ്യൂട്ടി ആയിട്ടിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. അത് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരുപാട് ഓവർ ഫുഡ് കഴിക്കാറില്ല. ഇനി ഇൻ കേസ് നമ്മുടെ ഹെൽത്തിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിലും ഒരു പ്രായം എത്തുന്ന സമയത്ത് നമ്മൾ ഷുഗർ കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണ്, സോൾട്ട് കുറയ്ക്കുന്നത് നല്ലതാണ്, ഓയിലി ഫുഡ്സ് കുറയ്ക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നമ്മളെ ബ്യൂട്ടീനെയും സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഹെൽത്തി ആയിരിക്കുകയാണെങ്കിൽ, നമുക്ക് രോഗങ്ങളില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പുറമേ നമ്മൾ കാണുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും, കോൺഫിഡൻസ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു രോഗമൊക്കെ ബാധിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും യങ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ. നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ നമ്മുടെ ബോഡിയെ നോക്കുക, അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക. ഇവ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. നമ്മൾ ഓരോ നായികമാരും അതിലെ 2 പ്രസവിച്ചു എന്നിട്ടും നോക്കി എന്തൊരു ചെറുപ്പമാണ്. നമുക്കും ആക്കാൻ പറ്റും, അവർക്ക് മാത്രമല്ല. അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഫുഡിൽ, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവരെ ബേസ് ചെയ്ത് പറയും. അല്ല കേട്ടോ, നമ്മളെ കൊണ്ടും പറ്റും. കാരണം ഇന്നത്തെ കാലത്ത് ആർക്കാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റാത്തത്? ഹെൽത്തി ആയി ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് അല്ല. ജങ്ക് ഫുഡ്സ് കഴിക്കാനാണ് ഒരുപാട് പൈസയും കാര്യങ്ങളും. നമ്മൾ വെജിറ്റബിൾസും നമ്മളുടെ കാര്യങ്ങളൊക്കെ മാത്രം കഴിച്ചാൽ മതി. അത് തന്നെ നമ്മൾ ഹെൽത്തി ആക്കി കൊണ്ടുപോകും. അത് പ്രോപ്പറായിട്ട് എക്സസൈസ് കൊണ്ടുപോകണം. നമ്മുടെ ബോഡി നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഹെൽത്തി ആയിട്ടിരിക്കുക, അത് നമ്മൾ ഒരുപാട് കോൺഫിഡൻസ് ആക്കും. നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ മുമ്പോട്ട് രോഗങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് എത്ര സൗന്ദര്യം ഉണ്ടായിട്ടും പണം ഉണ്ടായിട്ടും ഒന്നും ഒരു കാര്യമില്ല.
മറ്റൊരാളുടെ മനസ്സിൽ നിന്നും ഞാൻ എന്ന് പറയുന്ന വ്യക്തി വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന് കേൾക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആദ്യം വേണ്ടുന്നൊരു കാര്യം എന്നറിയോ, കൈൻഡ്നെസ് ആൻഡ് എംപതി എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര കരുണയും ദയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി വലുതാവുള്ളൂ. അല്ലാതെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും, ഞാൻ എത്ര പണം കുന്നുകൂടി വലിയ വലിയ ബംഗ്ലാവ് എടുത്ത് വാഹനങ്ങൾ മേടിച്ചു ഇരുന്നാലും കാഴ്ചപ്പാടിൽ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അത് അഹങ്കാരിയാണോ, ഓൾ അങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പറയുള്ളൂ. ഞാൻ എന്ന് പറയുന്ന വ്യക്തി വളരെ ബ്യൂട്ടിഫുള്ളാണ്, അവൾ വളരെ നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയാണ്. അങ്ങനെ നമ്മളെന്ന് പറയുന്ന വ്യക്തിനെ മറ്റുള്ളവർ കാണുന്ന കാഴ്ചപ്പാടിൽ നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിൽ വേണ്ടുന്നൊരു കാര്യം കൈൻഡ്നെസ് ആൻഡ് നമ്മൾ നല്ല ഒരു ആറ്റിറ്റ്യൂഡുള്ളൊരു പേഴ്സൺ ആവുക എന്നുള്ളതാട്ടോ. ഈ പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കുമല്ലേ, നമ്മൾ മലയാളികളൊക്കെ അങ്ങനെ ഭയങ്കര എപ്പോഴും ഭയങ്കര ദയവും കരുണയും എല്ലാ ആൾക്കാരും നമ്മൾ ഒരുപാട് ന്യൂസിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടല്ലേ. പക്ഷേ നമ്മൾ പല സിറ്റുവേഷൻസിലും നമുക്ക് ചിലപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാം. പക്ഷേ ഏതൊരവസ്ഥയിലാണെങ്കിലും ഏതൊരു സിറ്റുവേഷൻസിലാണെങ്കിലും എപ്പോഴും ദയോടുകൂടിയും കരുണയോടുകൂടിയും എല്ലാവരോടും ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മളെന്ന് പറയുന്ന ക്യാരക്ടറിനെ, നമ്മുടെ പേഴ്സണാലിറ്റിനെ ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് മാറാനും സാധിക്കും. ഇനി ലാസ്റ്റ് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് പേഴ്സണൽ സ്റ്റൈൽ ആൻഡ് നീറ്റ്നെസ് ആട്ടോ. ഇത് അത്രത്തോളം നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു സ്റ്റൈല് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മളൊരാൾ നോക്കി കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, പൊതുവെ നമ്മളെങ്ങനെയാണ് ഒരു നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് പോകുന്ന ഒരാളായിരിക്കും നമുക്ക് എപ്പോഴും ഭയങ്കര സൂപ്പറാണ് എന്ന് പറയാല്ലേ. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ നടക്കുക, എങ്ങനെയെങ്കിലും ഡ്രസ്സ് ചെയ്യുക, എന്തെങ്കിലും രീതിയിൽ നടക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് പോവുക, ഇങ്ങനെ രീതിയിൽ നടക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും ആരും നോട്ടീസ് ചെയ്യൂല. അല്ലെങ്കിൽ ആ വ്യക്തിയെ നോട്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നതേ അത്ര നീറ്റൊന്നും ഇല്ലാത്തൊരു ഇതാണ്. എത്ര പൈസ ഉണ്ടെന്ന കാര്യം, ഒരു നീറ്റില്ലാതെ നടക്കുക, അല്ലെങ്കിൽ കുട്ടിക്കൊന്നുമില്ല അതുകൊണ്ട് അതിൻ്റെ നടത്തും അങ്ങനെ ഉള്ളയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ നടന്നൂടെ, അതൊന്നും ചെയ്യൂല, അത് അങ്ങനെയാണ് പറയുക അല്ലേ. അതുകൊണ്ട് നീറ്റ്നെസ്സും നമ്മളെ സ്റ്റൈല്, നമ്മൾ പേഴ്സണൽ സ്റ്റൈൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആസ് എ വുമൺ മേക്ക് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിൽ ബേസ് ചെയ്തിട്ടാട്ടോ പറയണേ. അപ്പോൾ നമ്മളൊരാൾ കാഴ്ചപ്പാടിൽ നോക്കുക, സൂപ്പർ ആൾ കാണാൻ നല്ലതാണ് അല്ലെങ്കിൽ സൂപ്പറാണ് എന്ന് പറയുന്നതിൻ്റെ കുറച്ച് പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മാറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുടെ ആവശ്യമില്ല. കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയേണ്ടത് നല്ല പേഴ്സണാലിറ്റിയാണ്, ബ്യൂട്ടിഫുൾ ആണ്, അല്ലാതെ അതിനൊന്നിനും കൊള്ളൂല, അതെന്താണ് കാണാൻ കുറച്ച് ഗുണമുണ്ട് എന്നാലും കുറച്ച് വൃത്തിയിൽ നടന്നൂടെ, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് ഒട്ടും. അപ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ടാവും. ഞാൻ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നില്ലേ, അതോടൊപ്പം തന്നെ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ജോലിക്ക് പോകുന്നില്ല, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ തലമുറ പൊതുവേ ഭയങ്കര പേഴ്സണൽ സ്റ്റൈലായിട്ടും അതേപോലെ തന്നെ ഭയങ്കര നീറ്റ്നെസ്സുമായിട്ട് നടക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ മറന്നു പോകരുത്, ചില സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ടൈം തികയാതിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ പേഴ്സണൽ നീറ്റ്നെസ് ആണെങ്കിലും സ്റ്റൈലായിട്ട് നടക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ഒരു കോംപ്രമൈസും ചെയ്യരുത്. കുട്ടികളുണ്ട്, ഹസ്ബൻഡിന് നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, എന്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. നമ്മൾ പറയുന്നില്ലേ ഒരുപാട് പൈസയുടെ ഡ്രസ്സോ അല്ലെങ്കിൽ അതൊന്നും അല്ല പറയണേ. നമ്മൾ ഇടുന്ന ഡ്രസ്സ് വളരെ ചെറിയ എമൗണ്ടിൻ്റെ ആണെങ്കിൽ പോലും അതിനെ നമ്മൾ നീറ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ഈ ചില ആൾക്കാർ നമ്മൾ ഒട്ടും നീറ്റില്ലാതെ നടക്കും, ഡ്രസ്സ് അയൺ ചെയ്യാതെ, അല്ലെങ്കിൽ ഒട്ടും ചിലപ്പോൾ നമുക്ക് അഴുക്ക് പിടിച്ച പോലെ തന്നെ തോന്നും. അങ്ങനെയൊന്നും തീരെ ഇന്നത്തെ തലമുറ എനിക്ക് കുറവാണ് അങ്ങനെ ഇല്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ എപ്പോഴാണെങ്കിലും ഇപ്പോഴും എനിക്ക് ഓർമ്മയാണ്, നമ്മുടെ ഇതൊരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മുടെ ഫാമിലിയൊക്കെ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് അച്ഛൻ വളരെ പാവപ്പെട്ടതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് ഉണ്ടാവും, പക്ഷെ അങ്ങനെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പൊതുവേ നോർമലായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷെ അതിന് നമുക്കൊരു പ്രയാസവും തോന്നാറില്ല കേട്ടോ. പക്ഷേ നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിലൊക്കെ ഒന്ന് എന്തെങ്കിലും കമ്മലും മാലയൊക്കെ വാങ്ങിച്ചിട്ടൂടെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം അതിന് കോംപ്ലിമെൻ്റ് ആയിട്ട് ചില ആൾക്കാർ പറയാറുണ്ട്, പൊന്നും കൊടുത്തിന് എന്തിനാ പൊട്ട് എന്നുള്ളത്. അതിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് പലപ്പോഴും ആ സമയത്ത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് അമ്മ എപ്പോഴും അയൺ ചെയ്ത് നീറ്റാക്കി അങ്ങനെയാണ് ഇട്ട് തരാറ്. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോവുക കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഓർണമെൻറ്റ്സ് ഒന്നും ഇടാനുണ്ടാവില്ല, പക്ഷേ നമ്മൾ പോകുന്നത് വളരെ നീറ്റിലായിരിക്കും. അത് എടുക്കുന്ന ഡ്രസ്സാണെങ്കിലും ഭയങ്കര കോസ്റ്റ്ലി അല്ലെങ്കിലും ഒരുപാട് തിരഞ്ഞ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് അത്രയും നമ്മളിൽ ചേരുന്ന അത്രയും ഭംഗിയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയെടുത്ത് ചെറിയ റേറ്റിൻ്റെ ആയിരിക്കാം,
പക്ഷേ അത് നമ്മളിൽ എത്ര സൂട്ടബിൾ ആവും, അല്ലെങ്കിൽ ഞാൻ ഓവറായിട്ട് കാണിക്കുന്ന രീതിയിലല്ലാതെ എന്നിൽ അത് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നുള്ള രീതിയിൽ നോക്കിയെടുത്ത് അങ്ങനെയൊക്കെയാണ് പോവുക. അപ്പം ചില ആൾക്കാർ ഇങ്ങനെയുള്ള ഡയലോഗ്സ് പറയാറുണ്ട്. അപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻസ് തോന്നാറുണ്ട്. അത് ഞാൻ പറയാം, നമ്മൾ ഈ നീറ്റ്നെസ്സും അല്ലെങ്കിൽ നമ്മൾ ഈ പോകുന്ന നമ്മുടെ ഒരു പേഴ്സണൽ സ്റ്റൈലും എന്ന് പറയുന്നത് പണത്തിനെ കൊണ്ടോ അല്ലെങ്കിൽ സൗന്ദര്യത്തിനെ കൊണ്ടോ എന്താ പറയേണ്ട മാനദണ്ഡമല്ല, അത് അളക്കാനുള്ള മാനദണ്ഡമല്ല. അത് നമ്മൾ കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മൾ ചെയ്യുന്ന ഡ്രസ്സ് ആയിക്കോട്ടെ. ചില ആൾക്കാർ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ബോഡിക്ക് ഫിറ്റ് അല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സുകൾ ഇടാം. അതൊരു പക്ഷേ നമുക്ക് ഒരുപാട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഒരു വൾഗറായിട്ട് ഫീൽ ചെയ്യാം. അങ്ങനെയൊന്നും അല്ലാതെ, അത് ഞാൻ പറഞ്ഞത്, നമ്മുടെ പേഴ്സണൽ സ്റ്റൈലിൽ നമ്മൾ ചൂസ് ചെയ്യുക. അത് നമ്മൾ ഒരുപാട് മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ സൗന്ദര്യം നൽകുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് ഞാൻ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, എൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ച് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളൊരു കാര്യം. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചേഞ്ചസ് വരുത്തി. ഞാൻ പറയുന്ന പേഴ്സണാലിറ്റി എനിക്കൊരു ചേഞ്ചസ് വരണം. ഞാൻ പറയുന്ന വ്യക്തി ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നൊരു പേഴ്സണാലിറ്റി ആയി മാറണമെന്ന് വെച്ചിട്ട് ഞാൻ വരുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് എനിക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അത് എൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിനെ ബേസ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ത്രീ എന്ന രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇത് ഒരു പുരുഷന് കേൾക്കുകയാണെങ്കിലും അവർക്കും ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ലൈഫിലും ചേഞ്ച് വരാൻ പറ്റും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, എല്ലാവരിലേക്കും കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമാണ് നമ്മളെന്ന് പറയുന്ന പേഴ്സണാലിറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം വരുത്തണമെന്നല്ല, ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിന് നാച്ചുറലായിട്ടൊരു ചേഞ്ച് വന്നു തുടങ്ങും കേട്ടോ. ഇത് നാച്ചുറലായിട്ട് കൊണ്ടുവരുന്ന സാധാരണ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ. അപ്പം ഈ ഹാബിറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും, ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും, അതേപോലെ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.